എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഈവനിങ് വ്ലോഗാണേ. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പം ഒരു 5:45 ആ ഒരു ടൈമൊക്കെ ആവും. എൻ്റെ മോർണിംഗ് പഞ്ചിങ് ടൈം എന്ന് പറയുന്നത് 8:45 ആണ് ടു 5:15. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേനെ നല്ല രീതിയിൽ ടയേർഡ് ആവാറുണ്ട്. സോ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് ആവുന്നതായിരിക്കും. പിന്നെ എനിക്ക് വളരെ കുഞ്ഞിനെ തൊട്ട് ഇപ്പം വരെ എൻ്റെ കൂടെയുള്ളൊരു കാര്യമാണ് സൈനസൈറ്റിസ്, അതും നല്ല എക്സ്ട്രീം രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹെയർ വാഷ് ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഹെയർ ഡ്രൈ ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ ഇങ്ങനെ എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേനും ഒരു 6:15 6:20 ആ ഒരു ടൈമൊക്കെ ആവും കേട്ടോ. പിന്നെ സന്ധ്യ സമയം ആയതുകൊണ്ട് വിളക്ക് കത്തിക്കുക, പിന്നെ ഒരു സാമ്പ്രാണി കത്തിച്ച് വെക്കുക. ബിക്കോസ് ഈ സാമ്പ്രാണിത്തിരിയുടെ മണം എന്ന് പറയുന്നത് സന്ധ്യ സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും വീട്ടിൽ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണം. പിന്നെ ഞങ്ങളുടെ ടീ ടൈമാണ്. അരുണിന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ അരുണിന് ഫ്രീ ആവുന്ന ഈവനിങ്സൊക്കെ എനിക്ക് ടീ, ചെറിയ രീതിയിലുള്ള സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് എൻ്റെ കോളേജിലെ വിശേഷങ്ങൾ, അരുണിൻ്റെ ഓഫീസിലെ വിശേഷങ്ങൾ ഒക്കെ ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുക്കുമ്പോഴേ എന്നോട് അരുൺ പറയുന്ന കാര്യമാണ്, എന്നെ ദയവ് ചെയ്ത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കല്ലേ എന്നുള്ളത്. ബിക്കോസ് അരുണിൻ്റെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഷുഡ് റെസ്പെക്ട് ഇറ്റ് ടു. അതുകൊണ്ട് ഞാൻ അരുണിനെ മാക്സിമം എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ പകുതി പോർഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ ഈ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചില ദിവസങ്ങളിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇങ്ങനെ വീട്ടിൽ വന്ന പ്രിപ്പറേഷൻസ്, ബാക്കിയുള്ള ജോലികൾ എന്നൊക്കെ പറയുന്നത് വേറെ ഓപ്ഷനില്ലല്ലോ ചെയ്യാതെ. സോ ഞങ്ങളുടെ പ്രിപ്പറേഷൻ, അരുണിൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ജോലി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. അപ്പം നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കുറേ കൂടി ടയേർഡ് ആക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ഈവനിങ്സ് നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. അരുൺ ക്ലീൻ ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ വൈസ് വേഴ്സ. പിന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത്, ഞങ്ങൾ ഫസ്റ്റ് ടൈം വീട്ടിൽ ഗ്രീൻ കളർ ചിക്കൻ കറി ഉണ്ടാക്കി. അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെ വിൽ ഗോ ടു സ്ലീപ്പ്. സോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഈവനിങ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.